ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ഗർഭിണിയാണ് എന്നറിഞ്ഞ് സുധിക്ക് ഇരിക്കെ പൊറുതിയില്ല. അച്ചമ്മയുടെ സ്വത്ത് പോയി എന്ന് വിചാരിച്ചതാണ്. ഇനി അത് ഞങ്ങൾക്ക് തന്നെ ആണല്ലോ എന്നോർത്ത് സന്തോഷിച്ച് രാത്രി ചന്ദ്രമതിയെ കാണാതെ പതുക്കെ എഴുന്നേറ്റ് ശ്രുതിയെ കാണാൻ ഒരുങ്ങുന്നു. സുധിയുടെ സ്വഭാവം അറിയാവുന്ന ചന്ദ്ര സുധിയെ കയ്യോടെ പൊക്കി. എടാ, നീ എവിടേക്കാ ഈ രാത്രിയില് എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ, എനിക്ക് ശ്രുതിയെ കാണണം, അവളെ കാണാതെ ഇരിക്കാൻ വയ്യ, എനിക്ക് പോയേ പറ്റൂ അമ്മേ എന്ന് പറയുന്നുണ്ട് സുധി. നീ സമാധാനിക്കേ, നാളെ നേരം വെളുത്തിട്ട് നമുക്ക് ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സുധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചന്ദ്ര. പിന്നീട് തന്റെ പരിശ്രമം വിജയിച്ച സന്തോഷത്തിലാണ് നമ്മുടെ ശ്രുതി സന്തോഷിച്ചിരിക്കുന്നത് കണ്ട് മീര പറയുന്നത്, നീ വീണ്ടും അവരെ പറ്റിച്ചു, ഇങ്ങനെയുള്ള മണ്ടന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ എന്ന് പറയുമ്പോൾ, അതേസമയം തന്നെ ചന്ദ്രമതി സച്ചിയുടെ അടുത്ത് വന്ന്, എനിക്ക് നിന്റെ ഒരു ചെറിയ സഹായം വേണം എന്ന് പറയുന്നു. അത് കേട്ടതും സച്ചി സന്തോഷത്തോടെ, പറയമ്മേ, എന്തു സഹായമാ വേണ്ടത് എന്ന് ചോദിക്കുന്നു. മിക്കവാറും സച്ചിയുടെ വണ്ടിയിൽ നമ്മുടെ ശ്രുതിയെ കൊണ്ടുവരാനാണ് എന്ന് തോന്നുന്നു. ഏതായാലും ചന്ദ്രമതി സുധിയെയും സച്ചിയെയും കൂട്ടി മീരയുടെ വീട്ടിലെത്തുന്നു. സുധിയെ കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. അന്നേരം ചന്ദ്രമതി പറയുന്നത്, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രുതിയെ അവിടെ നിന്നും കൂട്ടി കാറിൽ കയറ്റുന്നു. ശ്രുതി മീരയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറിയിരിക്കുന്നു. ശ്രുതിയും ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. ശ്രുതിക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് എന്ന് തോന്നുന്നു. വണ്ടി വീട്ടിലേക്കല്ല പോകുന്നത് എന്നറിഞ്ഞ് ശ്രുതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നേരെ പോകുന്നേ എന്ന്. അതിന് സച്ചി ചിരിച്ചുകൊണ്ട്, അതിന് നമ്മൾ വീട്ടിലേക്കല്ലല്ലോ പോകുന്നത് എന്ന് പറയുമ്പോൾ പേടിച്ച്, പിന്നെ എവിടേക്കാ പോകുന്നേ എന്ന് ചോദിച്ചതും, ഹോസ്പിറ്റലിലേക്ക്. ആ, പാർലേട്ടത്തെ കാണാൻ തന്നെയാ പോകുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതി ഞെട്ടുന്നുണ്ട്. ചന്ദ്രമതി ചിരിച്ചുകൊണ്ട് ചന്ദ്രമതിയോടാ കളി എന്ന മട്ടിൽ തലയാട്ടുന്നുമുണ്ട്. മിക്കവാറും ശ്രുതിയുടെ ഈ പ്ലാൻ പൊളിയാനാണ് സാധ്യത. ഇതൊക്കെയാണ് പ്രൊമോ ആയി കാണിച്ചത്. പ്രൊമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.